കാര്യം ഇപ്പോഴത്തെ തലമുറയിൽ അത്രയും ഇതല്ലാത്തവർക്ക് പോലും പുതിയൊരു സാധനം പഠിക്കാതെ പോയി ഇപ്പം മടിയാ വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണ് ഉള്ളത്. അപ്പോൾ അമ്മ ഈ ഏജിലും ഇതെല്ലാം പഠിച്ച് പിന്നെയും അല്ലേ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ. അതൊരു വലിയൊരു സന്തോഷമാണ് അങ്ങനെയുള്ള ആളുകളെ കാണാൻ പറ്റുക എന്നുള്ളത്. അമ്മ എപ്പോഴും ഇങ്ങനെ ഒരു ചിരിച്ച മുഖമായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ ശരിക്കും? എപ്പോഴും ഇങ്ങനെ ചിരി ആൾക്കാരെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ. ചിരിപ്പിക്കുന്നത് എൻ്റെ കൊച്ചുമോനാ. ചിരി എന്ന് പറഞ്ഞോണ്ടിരിക്കും. അതൊരു എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഏജിൽ നമ്മൾ അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നതിൻ്റെ ഒരു തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ല. കുറച്ച് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ബിസിനസിന്റെ കാര്യങ്ങളിൽ അമ്മ ഇൻവോൾവ് ആണോ? പല കാര്യങ്ങളും അവരെന്നെയാണ് ഏൽപ്പിക്കുക. ഇപ്പൊ സ്റ്റാഫൊക്കെ ഉണ്ട്, അവരൊക്കെ വരും. നേരത്തെ ഇവിടെ തന്നെ ആയിരുന്നു കൂടുതൽ സ്റ്റാഫ് ഉള്ളത്. ഇപ്പൊ ഇവിടെ എല്ലാത്തിനും കമ്പ്യൂട്ടർ വേണമല്ലോ, അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുള്ളത്. കുറെ ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ തന്നെ. നമുക്ക് ഒന്നിച്ച് ഒരു സ്ഥലത്ത് അഫോർഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലം കിട്ടൂലല്ലേ. കൊച്ചിയിലൊക്കെ എന്ന് പറയുമ്പോൾ സ്ഥലം ഭയങ്കര വിലയല്ലേ. അപ്പോൾ പല സ്ഥലത്തായിട്ടുണ്ട് ഇതിന്റെ യൂണിറ്റ്. അപ്പൊ എന്നാലും ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിയും. അപ്പൊ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും ഒരുപാട് ഇതിപ്പോ ഓഫീസ് ഇതൊരു ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പൊ അയാൾക്ക് അസിസ്റ്റ് ചെയ്യാൻ ഞാനും കൂടി ഉണ്ടാവും. എനിക്കും കമ്പ്യൂട്ടറിലൊക്കെ എല്ലാം ചെയ്യാനൊക്കെ അറിയാം. ചെയ്യും. അത് ശരി. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ ഇപ്പോൾ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് അവാർഡുകൾ അമ്മയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിൽ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഇത് കണ്ടിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ? തീർച്ചയായിട്ടും പ്രൗഡ് മൊമെന്റ് ആണ്. ഇങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ല. എൻ്റെ ചെറിയ മോനാണ് അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഇത് റെക്കോർഡ് ആയപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത്. അപ്പൊ കിട്ടിയതിൽ ഏറ്റവും ഒരു വാല്യൂ തോന്നിക്കുന്ന അല്ലെങ്കിൽ ഒബ്വിയസ്ലി അതായിരിക്കും, എന്നാലും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു അവാർഡ് എന്നൊക്കെ പറയുന്നത് ഈ അവാർഡ് ഒരു വലിയ ഇത് തന്നെയാണ്. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയത് തന്നെ. ഇത്രയും അതെ. പിന്നെ ഡൽഹിയിൽ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് എനിക്ക് ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വണ്ടിയില്ലേ, ഇലക്ട്രിക് വണ്ടിയാണിത്. അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇറങ്ങിയത് ആ ഡൽഹിയിൽ വെച്ച് ഗഡ്കരി സാറാണ് അത് ഉദ്ഘാടനത്തിന് വന്നത്. സാറ് വണ്ടിയൊന്നും ഓടിച്ചില്ല, വെറുതെ ഇത് മാറ്റിയതേ ഉള്ളൂ, നാട മാറ്റിയതേ ഉള്ളൂ. പക്ഷെ ഈ വണ്ടി ഓടിക്കാൻ എനിക്കാണ് അവസരം കിട്ടിയത്. അതുപോലെ തന്നെ ബാംഗ്ലൂര് വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അടുക്ക് എനിക്കൊരു അവാർഡ് തന്നു. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത എല്ലാം. അതൊക്കെ ഭയങ്കര ഒരു അഭിമാനമുള്ള നിമിഷങ്ങളായിരുന്നു. വലിയ ഉദ്യോഗസ്ഥന്മാരുടെ നടക്ക് ഞാൻ ഈ ഒരു ചെറിയ ആശു. അതല്ല അമ്മ അവരുടെ മുന്നിൽ അമ്മ വലിയ ആളായിരിക്കും. എനിക്ക് ഞാനാരാണെന്ന് എനിക്കറിയാലോ. അപ്പൊ പിന്നെ ഞാൻ അതുകൊണ്ടാണ് അമ്മ ഇപ്പോഴും ആ ഒരു സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കേരള തനിമയിൽ തന്നെ എപ്പോഴും മിക്കവാറും കാണും. നമ്മൾ ഈ ട്രാക്കിലൊക്കെ ഇപ്പൊ താറൊക്കെ ഓടിച്ചു പോകുമ്പോൾ പോലും അമ്മ ഇതേ കേരള വസ്ത്രം അത് തന്നെയാണ്. ഇപ്പൊ ചിലർ മറ്റേ ജാക്കറ്റ് ഹുഡിയൊക്കെ ഇട്ടായിരിക്കും വണ്ടിയൊക്കെ ഓടിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അമ്മ ഒരു ഹെൽമെറ്റ് മാത്രം വെക്കും അല്ലെ സേഫ്റ്റിക്ക്, ബാക്കി ഇത് തന്നെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ അതൊരു ഭയങ്കര കൗതുക കാഴ്ചയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു ഐഡന്റിറ്റി എവിടെ പോയാലും ഉണ്ടാവും അല്ലെ. അമ്മ ഇപ്പൊ ന്യൂഡൽഹി പോയാലും ശരി, US പോയാലും ശരി, എവിടെ പോയാലും പോകുമ്പോ പിള്ളേര് പറയും അമ്മ ചുരിദാറിട്. എനിക്കത് തുണി കൊടുക്കാത്തതിന് തുല്യമാണ് ആ ഡ്രസ്സ് ഉപയോഗിക്കുക. അതെ, ഞാൻ ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ്. ഈ താറൊക്കെ ഓടിക്കുമ്പോ അമ്മ ഇതേ ഡ്രസ്സിൽ തന്നെയാണ് മിക്കവാറും അമ്മ ഓടിക്കാറ്. അപ്പോൾ ഞാൻ ആലോചിക്കുക അതൊരു ഭയങ്കര കൗതുകമാണ് നമുക്ക് കാണുമ്പോൾ. ചിലപ്പോൾ അതല്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഒരാളാണെന്ന് ചിലപ്പോൾ തോന്നില്ല, ഒരു മലയാളിയാണെന്ന് ചിലപ്പോൾ തോന്നില്ല. ഇത് കറക്റ്റ് നമുക്കറിയാം നമ്മുടെ മലയാളിയാണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു ഐഡന്റിറ്റിയും കൂടെയാണ് അമ്മയുടെ ഈ ഒരു പ്രശസ്തിയിലൂടെ വളരുന്നത്. എന്റെ മനസ്സ് വേറെ എന്ത് ഡ്രസ് ഇട്ടാലും എനിക്ക് ഒരു കംഫർട്ട് തോന്നില്ല. സാരി അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൊടുത്താലും മാത്രമേ എനിക്കൊരു കംഫർട്ട് തോന്നുള്ളൂ. അമ്മ ഇപ്പൊ A to Z ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേരളത്തില് വിവിധ ഇടങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്നു. എത്രത്തോളം വിവിധ ആലപ്പുഴ, ചേർത്തല, അരമല്ലൂർ ഇങ്ങനെയുള്ള ബ്രാഞ്ചസ്, കോട്ടയം, വൈക്കം. കേരളത്തിലെ ആദ്യത്തെ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പാസ്സായ മോളാണ് ഞങ്ങളുടെ മോള്. അന്നൊന്നും വനിതകള് ഓട്ടോമൊബൈലിൽ പഠിക്കില്ലല്ലോ. അപ്പൊ അച്ഛന്റെ ആഗ്രഹപ്രകാരമാണ്, അല്ലാതെ കുട്ടികളുടെ ആഗ്രഹപ്രകാരമല്ല. മൂത്ത മോനാണെങ്കിൽ ഭയങ്കര വണ്ടി ക്രൈസ് ആയിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇതിലോട്ട് ഓട്ടോമാറ്റിക് ആയതാണ്. അപ്പൊ ആ മോളും കോട്ടയത്ത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തണം. A to Z തന്നെയാണ് അവള് വൈക്കം ആ ഡ്രൈവിംഗ് സ്കൂൾ അവള് തന്നെ. നമുക്ക് എത്ര ബ്രാഞ്ചുകളുണ്ട്? 23 ബ്രാഞ്ച്. 23 ബ്രാഞ്ച് ഉണ്ട് അല്ലേ. അപ്പൊ അതിലൊക്കെ അമ്മയുടെ ഒരു നോട്ടം ഉണ്ടാവുമായിരിക്കും. തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും
ഒരു അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇനിയിപ്പോ നമുക്ക് ഏത് രീതിയിലാണ് ഇതിനെ വികസിപ്പിക്കുക, അല്ലെങ്കിൽ ഇതിനെ എക്സ്പാൻഷൻ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് സാധ്യത ഇല്ലാത്ത ഒരു കാര്യം സ്പേസ് ആണ്. അത് ഹസ്ബൻഡിന്റെ ഒരു തോട്ടിലുണ്ടായിരുന്നു വലിയൊരു എഞ്ചിനീയറിംഗ് സ്കൂള് ഒരു സ്ഥലത്ത് തന്നെ ഹോസ്റ്റൽ സൗകര്യം അങ്ങനെയൊക്കെ ആക്കണമെന്നുണ്ടായിരുന്നു. ഇതിപ്പോ നമുക്ക് പല സ്ഥലത്തും ബ്രാഞ്ചസ്, ഇപ്പോൾ ഒരു 4 ഏക്കറുകളും കളമശ്ശേരിയിൽ എടുത്തിട്ടുണ്ട്. അവിടെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും ട്രാക്കൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ ഹോസ്റ്റൽ സൗകര്യം കൂടി കൊടുക്കാനുള്ള ഒരു സ്പേസ് നമുക്കില്ല. നമുക്കൊരു 10-50 ഏക്കറൊക്കെ ഒന്നിച്ച് കിട്ടിയാൽ മാത്രമേ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇത് നടത്താൻ പറ്റുള്ളൂ. അതിന് കൊച്ചുമക്കളുടെ കാലത്ത് നടക്കണമെങ്കിൽ നടക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള സൗകര്യത്തിലൊക്കെ നമ്മൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. ഇപ്പം ഇതൊരു ഫാമിലി ബിസിനസ് ആണല്ലേ? അതെ, ഫാമിലി ബിസിനസ്. അപ്പൊ പുറത്തുനിന്നും ആരും എന്തായാലും ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയൊന്നും ഇൻവെസ്റ്റേഴ്സ് ഇല്ല. എല്ലാരും പറയണുണ്ട് ദുബായിൽ ഫ്രാഞ്ചൈസി കൊടുക്കുക, അവിടെ ഫ്രാഞ്ചൈസി കൊടുക്കുക. അപ്പൊ നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ ഇതും ഒക്കെ നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ നോക്കി നടത്തും പോലെ ആവില്ല എന്നുള്ളത്. നമ്മളിപ്പോ പറയാറുണ്ടല്ലോ, നമ്മളെ വണ്ടി നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ആവില്ല. തൃശ്ശൂരും ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ അത് അങ്ങോട്ട് നോക്കാൻ പറ്റാതെ വന്ന് നിർത്തി. ഇനിയിപ്പോ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൊച്ചുമോനോട് പലരും അവിടെ വന്ന് വയനാട് വന്നവരൊന്നും തുടങ്ങി, അല്ലെങ്കിൽ അവിടെ വന്നവരൊന്നും തുടങ്ങി, ഇവിടെ നിന്ന് എല്ലാരും പറയുന്നുണ്ട്. എന്നാലും അതൊന്നും ഇപ്പൊ പെട്ടെന്നാവില്ല. എന്ന് വെച്ചാൽ സ്ഥലം കൂടും, വണ്ടിയല്ലേ, അത് ഓടിപ്പിക്കണമെങ്കിൽ സ്ഥലം കൂടുതലും അത്രയും വിശാലമായിട്ടുള്ള സ്ഥലം വേണം. ഇപ്പൊ അമ്മയ്ക്ക് ഇനിയിപ്പോ അടുത്ത് ഏതായാലും എനിക്ക് തോന്നുന്നു ഒരു 12ഓളം ലൈസൻസ് ഇനി അതിന് മുകളിലുണ്ടോ? ഇല്ല, ഇനി ഏത് വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ക്രെയിനിന്റെ തന്നെ പലതരം വണ്ടികളായിട്ടുണ്ട്. അതൊന്നും ഓടിപ്പിച്ചിട്ടില്ല. ഇപ്പൊ നമ്മള് എവിടെയൊക്കെ കാണുന്ന മെട്രോയൊക്കെ പണിയുന്നിടത്തൊക്കെ പലതരം എക്യുപ്മെന്റ്സ് കിടപ്പുണ്ട്. അതിനൊക്കെ ക്രെയിൻ എന്നും പറഞ്ഞ ഒരു ലൈസൻസേ ഉള്ളൂ. അപ്പൊ ഇനി ലൈസൻസിന്റെ വെറൈറ്റി വരാൻ ഇല്ല എന്ന് തന്നെ തോന്നുന്നു. ഇനിയിപ്പോ ട്രെയിനും പ്ലെയിനും ഒക്കെ മാത്രം കപ്പല് അതൊക്കെ ഉള്ളൂ ബാക്കി. ബോട്ട് ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി, അത് ബോട്ട് ഓടിച്ചു വരും. സാമ്പ്രാണിക്കൊടി എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത് വേമ്പനാട്ട് കായലില് അമ്മ നിന്ന് ഓടിച്ചു. അത് ഞങ്ങൾ പോയ ആ വണ്ടി അല്ല ബോട്ട്, അതിന്റെ സ്രാങ്ക് പറഞ്ഞ് ഓടിക്കണമെങ്കിൽ ഇരുന്നോ ഓടിച്ചോന്ന് പറഞ്ഞ് അങ്ങേര് നമ്മള് വലിയ ഈസി ആയിട്ട് തോന്നി. പക്ഷെ അതിന് കുറെ പഠിക്കാനുണ്ട് അത്ര. എന്തോ ഈ വെള്ളത്തിന്റെ ലെവലും കര, ചില സ്ഥലത്ത് കരയുണ്ടാവും, അവിടെയൊക്കെ പോയി ബോട്ട് തറഞ്ഞു പോയാൽ പൊളിയും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതൊരു ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഓടിക്കാൻ പറ്റൂ. നല്ല ആഴമുള്ളിടത്തു കൂടി നമ്മൾ ഓട്ടോടിച്ച ആരും എതിരെ വരാനൊന്നുമില്ല. അതുകൊണ്ട് കരയിൽ ഓടിക്കുന്ന നമുക്കാണ് അല്ലേ. ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറെ സ്ത്രീകള് ലൈസൻസ് എടുത്തിട്ടുണ്ട്, പക്ഷെ അവര് നിരത്തുകളിൽ അവർ ഓടിക്കാൻ പേടിയുണ്ട്. പേടിയുള്ളവർ പലരും ഉണ്ട്, ഇപ്പോഴും പേടി മാറാത്തവരും ഉണ്ട്. ഇപ്പൊ നമ്മളെ പേടിയുള്ളവർക്ക് വേണ്ടി പ്രത്യേകതരം കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ധൈര്യത്തിന് മാത്രമാണെങ്കിൽ ഒരു 6 മണിക്കൂർ കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട്, സമയമില്ലാത്തവരാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അവർക്ക് ആ കോഴ്സ് ചെയ്ത് കൊടുക്കും. അവരെ ABCD, അതായത് ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്നത് പോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും എടുത്ത് പാർക്കിങ് എല്ലാം A to Z പഠിപ്പിച്ചു കൊടുക്കും.